നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവ് നിന്നെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ, പിന്നെ നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവ് നിന്നെ പറ്റി അവിടുന്ന് തൃപ്തിപ്പെടുകയാണ്. പടച്ചവരെ, എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂടെ ജീവിച്ച സമയത്ത് എനിക്കൊരു പരാതിയില്ല, എനിക്കൊരു പരിഭവമില്ല, എനിക്കൊരു വിഷമമില്ല. എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്, എന്റെ ഉമ്മയെ നോക്കുകയാണ്, എന്റെ ഉപ്പയെ നോക്കുകയാണ്, എന്റെ കാര്യങ്ങൾ നോക്കുകയാണ്, എന്റെ മക്കൾക്ക് ദീനീ ബോധം കൊടുക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഞാൻ പാടുപെടുമ്പോ എന്തെല്ലാം പ്രയാസം വന്നാലും എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോ ആ പ്രയാസങ്ങളല്ല അവളുടെ സുന്ദരമായ പുഞ്ചിരിക്ക് മുമ്പിൽ ഉരുവി വീഴുകയാണ്. എല്ലാ ടെൻഷനുകളും ഞാൻ മറക്കുകയാണ്. പടച്ചവരെ, എനിക്ക് പൊരുത്തമാണ്, എനിക്ക് പൊരുത്തം തന്നെയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞാൽ, ആ ഭർത്താവ് പ്രിയപ്പെട്ട പെങ്ങളെ, നീ മരിക്കുന്ന സമയത്ത് നിന്നെ തെറ്റി അവിടെ നിന്ന് പൊരുത്തപ്പെടുകയാണെങ്കിൽ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിന് നിന്നോട് പൊരുത്തമാണെങ്കിൽ, പെണ്ണേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ അവിടെ നിന്ന് പ്രവേശിക്കുകയാണ്. നിനക്ക് ഹിസാബില്ല, നിനക്ക് ഏത് വാതിലിലൂടെ വേണോ പ്രവേശിക്കുക, നിന്നെ ആരും തടയൂല. ഒരുപാട് അമലിനെ പറ്റി നിന്നോട് അവിടെ നിന്ന് ചോദ്യം ചെയ്യൂല. ആ ഭർത്താവിന്റെ പൊരുത്തം പെണ്ണേ നിന്റെ സ്വർഗം വരെ കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്